ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ രാവിലെ തന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരാളെ ഞാൻ ആദ്യം കണ്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാളും കൂടെ വന്നു കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ മാടത്തെയാണ് കേട്ടോ. മാടത്ത പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മുടെ കൂട്ടുകാരൊക്കെ പറയത്തില്ലായിരുന്നോ, ഒരു മാടത്തെ കണ്ട അന്നത്തെ ദിവസം അടി കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര സാഡായിരിക്കുമെന്ന്. എനിക്ക് അതിലൊക്കെ കുറച്ച് നോട്ടമുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു മാടത്തെ കണ്ട് ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴാണ് അടുത്തൊരാൾ കൂടി വന്നു കേട്ടോ. 2 മാടത്തെ കണ്ടു. അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പുറത്ത് പോകണം. അപ്പോൾ മനസ്സിലൊരു വിഷമമായി, ഒരു മാടത്തെ കണ്ടപ്പോൾ അയ്യോ ഇന്ന് മൊത്തം സാഡായിരിക്കുമോ എന്നുള്ളൊരു വിഷമമായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും ഒരു മാടത്തെ കൂടെ കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. അപ്പോൾ മാടത്തെയൊക്കെ കണ്ട് പറമ്പ് ജസ്റ്റ് മിറ്റമൊക്കെ നോക്കി കേട്ടോ. മഴയൊക്കെ പെയ്ത് ബിളായിട്ട് കിടക്കുകയാണ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മിറ്റത്തിൻ്റെയൊക്കെ അവസ്ഥ. അപ്പോൾ ചെറിയ രീതിയിൽ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പേടിച്ചാണ് അടുക്കളയിൽ കയറിയത്, കാരണം ഞങ്ങൾക്ക് പുറത്ത് പോകണമല്ലോ. അപ്പോൾ മഴയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് പോകണ്ടേ. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ രാജേഷിന് വേണ്ടി ചായ ഇടുകയാണ്. അപ്പോൾ ഞാൻ പിന്നെയും എപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയത്തെ. ഞാൻ ചായ കുടിയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ മാക്സിമം ഒഴിവാക്കി, മാക്സിമം അല്ല കംപ്ലീറ്റ് ഞാൻ പഞ്ചസാര ഉപയോഗമൊക്കെ ഒഴിവാക്കിയുകൊണ്ട് രാജേഷിന് മാത്രം ചായ ഇടുകയാണ് കേട്ടോ. രാജേഷിന് രാവിലെ എഴുന്നേൽക്കുമ്പം ഇങ്ങനെ മധുരം ഇടാത്ത ചായ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെയാണ് ഞാൻ എൻ്റെ രാവിലെ കിച്ചണിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സബോളയും കൂടെ തൊലി കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചായ എന്തായാലും രാജേഷിന് കൊടുക്കാൻ. രാജേഷിന് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദിവാങ്കോട്ടയിൽ വേറൊരാൾ കിടക്കുന്നു കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം കണ്ണൻകുട്ടനാണ് കേട്ടോ. കണ്ണൻകുട്ടൻ ഇന്ന് പഠിത്തമില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം സമരമൊക്കെ ഉണ്ടായിരുന്നില്ല, KSUവിൻ്റെ ആണോ SFIയുടെ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പഠിത്തമില്ലായിരുന്നു. അപ്പോൾ പൊന്നുകുട്ടിക്ക് ക്ലാസ് ഉണ്ട്, കണ്ണൻകുട്ടന് ക്ലാസ് ഇല്ല. അതെന്താ അങ്ങനെ? നമ്മുടെ കണ്ണൻകുട്ടൻ പഠിക്കുന്നത് +2 വരെയുള്ള സ്കൂളിലാണ് കേട്ടോ. LKG തൊട്ട് +2 വരെ ഉണ്ട് അവിടെ. അതുകൊണ്ട് കണ്ണൻകുട്ടൻ എന്തായാലും പഠിത്തമില്ല, പക്ഷെ പൊന്നുകുട്ടിക്കുണ്ട്. അപ്പോൾ ഞാൻ കണ്ണൻകുട്ടനെ ജസ്റ്റ് എന്തൊക്കെയൊക്കെയോ കാണിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി കേട്ടോ. ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോകണമെങ്കിൽ കണ്ണൻകുട്ടനെ കൊണ്ട് രാജേഷിൻ്റെ വീട്ടിൽ വിട്ടിട്ട് വേണം പോകാൻ. അപ്പോൾ രാവിലത്തേക്കുള്ള തക്കാളി ചട്നി ഉണ്ടാക്കുകയാണ്. തക്കാളി ചട്നി ആക്കി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉച്ചക്കത്തേക്കുള്ള മീൻകറി. മീനൊക്കെ തലേദിവസം രാത്രിയിൽ ഞാൻ വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ മീൻകറിയും കൂടെ വെച്ചിട്ട് വേണം പോകാനായിട്ട്. പിന്നെ ദോശയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിപ്പം മീനൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരിടയ്ക്ക് മീനിനൊക്കെ വില കൂടുതലും കാര്യങ്ങളൊക്കെ കാരണം മീനൊന്നും കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല മീനാണ് കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. നല്ല മീനാണ്, വറുത്ത് ഇങ്ങനെ നമ്മൾ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ മീൻ. ഇച്ചിരി വെട്ടിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മീൻകറിയും കൂടെ വെച്ചിട്ട് പോയാൽ ഞങ്ങൾക്ക് പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ 3 മണിക്കുള്ളിൽ വീട്ടിലെത്തണം. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ മീൻകറി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് ഓൾറെഡി ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് വന്നു കഴിയുമ്പോഴാണെങ്കിലും ഒന്ന് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ മതിയല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ എന്തായാലും ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഞങ്ങൾക്കൊക്കെ ദോശയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. ദോശയും തക്കാളി ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പൊന്നുകുട്ടിക്ക് പഠിത്തമുണ്ട്. അപ്പോൾ പൊന്നുകുട്ടിക്ക് ചോറിപ്പോൾ കൊണ്ടുപോകുന്നില്ല കേട്ടോ. പൊന്നുകുട്ടി സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. സ്കൂളിൽ നല്ല ചൂട് ചോറും നല്ല കറികളൊക്കെ കിട്ടും. ചില ദിവസങ്ങളിൽ എന്നോട് പറയും. അപ്പോൾ ഇന്ന് രാവിലെ എന്തായാലും ഞാൻ ലഞ്ചൊന്നും അങ്ങനെ ചോറൊന്നും അങ്ങനെ വെച്ചിട്ടില്ല. അപ്പോൾ കഴിവതും ഞാൻ തലേദിവസത്തെ ചോറൊന്നും കണ്ണനും പൊന്നുനും കൊടുക്കാറില്ല കേട്ടോ. കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും ഞാൻ കൊടുക്കാറില്ല. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ തലേദിവസത്തെ ചോറും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കില്ല. ഫ്രഷ് ആയിട്ട് തന്നെ ഞാൻ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പൊന്നുകുട്ടിയോട് പറഞ്ഞ് സ്കൂളിൽ നിന്ന് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണൻകുട്ടൻ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരിപ്പുണ്ട് ദോശയൊക്കെ കഴിക്കാനായിട്ട്. കണ്ണന് ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യത്തില്ല കേട്ടോ. അതെനിക്ക് കിട്ടിയ ഒരു ഭയങ്കര വലിയൊരു എന്താ പറയേണ്ട സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ഫോൺ നോക്കുമായിരുന്നു, അത്യാവശ്യം ഫോണൊക്കെ കാണുമായിരുന്നു, ആൾ ഗെയിമൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ ഫോൺ തൊട്ടത്തില്ല. ഞാൻ കുറച്ച് പേടിപ്പിച്ചു. നമ്മൾ ഫോൺ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒന്ന് പേടിപ്പിക്കണം. ഗൂഗിളിൽ കയറിയിട്ട് നോക്കിയാൽ മതി, ഇങ്ങനെ
കണ്ണിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ട്, കൊച്ചുകുട്ടികളുടെ കണ്ണിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ട് എന്തെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് കുട്ടികളെ കാണിച്ചാൽ മതി. എന്തായാലും ഇവിടെ കണ്ണൻകുട്ടൻ എന്തായാലും ഇച്ചിരി പേടിയൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് ഇപ്പോൾ ഫോൺ തൊടത്തില്ല. ആരെങ്കിലും വിളിച്ചാൽ പോലും ഒന്ന് എടുത്തുകൊണ്ട് തരാൻ പറഞ്ഞാൽ പറയും വേണ്ട അമ്മ തന്നെ എടുത്തോളാൻ പറയും. ആൾക്ക് നല്ല പേടിയാണ്. പക്ഷെ ടി വി കാണും, കാരണം പുറത്ത് പോയി കളിക്കുന്ന പരിപാടിയൊക്കെ വളരെ കുറവാണ് രണ്ടുപേരും. അതുകൊണ്ട് ടി വി അത്യാവശ്യം ഇടയ്ക്കൊക്കെ കാണും. പിന്നെ ഇപ്പോൾ പഠിത്തം ഉള്ളതുകൊണ്ട് അതിനൊന്നും നേരമില്ല. അപ്പോൾ തലേദിവസം ഞാൻ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു പോയ വിഷയം എന്തായാലും ഫോൺ യൂസിനെ പറ്റിയാണ്. മാക്സിമം കുട്ടികൾക്ക് ഫോൺ കൊടുക്കാതിരിക്കും. ഇവിടെ രണ്ടുപേരും എന്തായാലും ഫോൺ നോക്കത്തില്ല കേട്ടോ. പൊന്നുകുട്ടി പിന്നെ നോട്ട് എന്തെങ്കിലും എഴുതാനോ വല്ലോ കാര്യത്തിനൊക്കെ പൊന്നുകുട്ടി ഫോൺ എടുക്കത്തുള്ളൂ. അപ്പോൾ പൊന്നുകുട്ടി സ്കൂളിൽ പോകാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം റെഡിയായി. അപ്പോൾ ഇന്ന് അച്ഛനാണ് കേട്ടോ കൊണ്ടുവിടുന്നത്. രാജേഷനുള്ള ദിവസം രാജേഷനാണ് കേട്ടോ കൊണ്ടുവിടുന്നത്. അപ്പോൾ അതേ പൊന്നുകുട്ടി ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ് കേട്ടോ, സ്കൂളിലോട്ട് പോവുകയാണ്. അതിന് ശേഷം ഞങ്ങൾ കണ്ണൻകുട്ടനെ രാജേഷിൻ്റെ വീട്ടിൽ കൊണ്ടുവിടും. ഇപ്പം ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ രണ്ടുപേരെയും രാജേഷിൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടേ പോക്ക് നടക്കത്തുള്ളൂ. അത് ഞങ്ങൾ കൂടുതൽ മാക്സിമം എവിടെയും പോകുമ്പോൾ അങ്ങനെ കൊണ്ടുപോകില്ല. എന്ന് വെച്ചാൽ നമ്മൾ അതുപോലുള്ള കാര്യങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും പേപ്പറായിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പം നമ്മൾ അക്ഷയ സെൻറ്റർ അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾക്ക് സാധനം മേടിക്കാൻ പോകും. അങ്ങനത്തെ കാര്യത്തിനൊന്നും കുഞ്ഞുങ്ങളെ അങ്ങനെ കൊണ്ടുപോകാറില്ല. വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടാണ് ഞങ്ങൾ കൂടുതലും പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ റെയിൽവേ ഗേറ്റ് അടച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ടൗണിൽ താമസിക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ കൊണ്ടുപോയി വിട്ടിട്ടൊക്കെ പോകാനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പോവാണ് കേട്ടോ. ദേ ചേച്ചി പിന്നെയും എന്ന് ഞാൻ പറഞ്ഞില്ലേ, വേറൊന്നും അല്ല കേട്ടോ, നമ്മൾ ആലപ്പുഴയ്ക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ മിക്കവാറും ആലപ്പുഴയ്ക്ക് പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെയാണ് താമസം. എന്നോട് കുറച്ച് പേര് പേഴ്സണലി മെസ്സേജ് വിട്ട് വെച്ച് എന്താ ആലപ്പുഴയ്ക്ക് ഇടയ്ക്ക് പോകുന്നത്, നിങ്ങൾ ചേർത്തലയിലല്ലേ? ഞങ്ങളുടെ മിക്ക കാര്യങ്ങളും ആലപ്പുഴയിലാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ വീടും അവിടെയാണ്. ഞങ്ങൾ അവിടെ ആയിരുന്നല്ലോ, പിന്നീടല്ലേ ഇങ്ങോട്ട് റെൻറ്റിന് മാറിയത്. അപ്പോൾ അറിയാത്ത ആൾക്കാരോട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ പൊന്നുകുട്ടിക്ക് കുറച്ച് സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടി അവിടുത്തെ അക്ഷയ സെൻറ്ററിലൊക്കെ പോകണമായിരുന്നു കേട്ടോ. അവിടുത്തെ വില്ലേജ് ഓഫീസിലും ഒക്കെ പോകണമായിരുന്നു. അതിനുശേഷം വീട്ടിൽ പോയി കുറച്ച് നേരം വീട്ടിലൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി കേട്ടോ. കാരണം നമ്മുടെ പൊന്നുകുട്ടീനെ 3-3:30 ആകുമ്പോഴത്തേക്കും സ്കൂൾ വിടും. ആ സമയത്ത് വിളിക്കാനായിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ നേരെ ആലപ്പുഴ മാർക്കറ്റിലോട്ടാണ് കേട്ടോ വന്നത്. നല്ല രസമുണ്ട് കേട്ടോ ആലപ്പുഴ മാർക്കറ്റ്. പണ്ട് ഞാൻ പോയിട്ടുണ്ട്, നമ്മുടെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ സാധനം മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഞങ്ങൾ കുറച്ച് മുട്ട വാങ്ങിക്കാൻ, അവിടെ മുട്ട മാത്രം വിൽക്കുന്ന കടകൾ കാണും. ഏത്തക്കൊല വിൽക്കുന്ന കടകൾ, പിന്നെ ഹോൾസെയിൽ ഐറ്റംസ്, ഈ പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന അങ്ങനത്തെ ഹോൾസെയിൽ ഐറ്റംസും. ഈ മുട്ടയാണെങ്കിലും ഹോൾസെയിൽ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പം ഇച്ചിരി റേറ്റ് വ്യത്യാസമൊക്കെ വരും. അപ്പം ഞാൻ പറയാം, നമുക്ക് ആലപ്പുഴയിലൊക്കെ പോകുമ്പം കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹോൾസെയിൽ ഷോപ്പിൽ കയറി മേടിക്കുമ്പോൾ കുറച്ച് പൈസയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് തരും. അപ്പോൾ കുറച്ച് കൂടുതൽ മുട്ട വാങ്ങിക്കുമ്പോൾ അത്രയും അവർ ഡിസ്കൗണ്ട് തരും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് മുട്ട വാങ്ങിച്ചു. നമ്മുടെ ചേർത്തലയിൽ പക്ഷിപ്പനി അതിരൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും കോഴി, ഇറച്ചി, മുട്ട അതൊന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മുട്ടയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ മാർക്കറ്റിൽ കൂടെ വരാനായിട്ട്. അപ്പുറത്തും ഇപ്പുറത്തും നിറച്ച് ഹോൾസെയിൽ പല കടകളാണ് കേട്ടോ. അതിനുശേഷം എപ്പോഴത്തെയും പോലെ തന്നെ ഞങ്ങൾ കോടതിയുടെ അവിടെ, ആലപ്പുഴ കോടതിയുടെ അവിടെ വന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് കേട്ടോ. ഇവിടെ ഇച്ചിരി അത്യാവശ്യം ലാഭത്തിൽ കിട്ടും. ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. എവിടെ ലാഭത്തിൽ എന്ത് കിട്ടുന്നോ അത് നോക്കി മേടിക്കും. ഫ്രഷ് സാധനം മേടിക്കത്തുള്ളൂ കേട്ടോ. എല്ലാം സൂക്ഷിച്ച് നോക്കിയെടുത്ത് ഒക്കെ ഞാൻ വാങ്ങിക്കുള്ളൂ കേട്ടോ. ഒരു സബോള പോലും അതിനകത്ത് കേടുണ്ടോ, പച്ചമുളക് കേടുണ്ടോ, എല്ലാം നോക്കിയൊക്കെ ഞാൻ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ കോഴിയിറച്ചി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കോഴിയിറച്ചി എന്ന് പറയുമ്പോൾ എന്തോ പോലെ അല്ലേ, ചിക്കൻ അങ്ങനെ പറയുന്നതായിരിക്കും നല്ല. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ ഒരു വരുന്ന വഴിയിൽ തന്നെ ആലപ്പുഴയിൽ ചിക്കൻ വിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചിക്കനും മേടിച്ച് മുട്ടയൊക്കെ വാങ്ങിച്ച് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോരുവാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി, ഞങ്ങളിപ്പോൾ 2 മാസങ്ങളിലായി കാണും ചിക്കനൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ആഗ്രഹം ഉണ്ട് അത് കഴിക്കണമെന്ന്, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. 2 പേരും ഓരോ പപ്സും ടീയും ഞാനൊരു ലൈം ജ്യൂസും പറഞ്ഞു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അയ്യപ്പഞ്ചേരി എന്നൊക്കെ പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ, പുത്തനമ്പലം അയ്യപ്പഞ്ചേരി. എനിക്ക് കറക്റ്റ് സ്ഥലം അറിയില്ല. ഏതൊക്കെയോ വഴി കൂടെ പെട്ടെന്ന് എത്തണം. റോഡ് വഴി പോയാൽ നമ്മുടെ NH കൂടെ പോയാൽ അവിടെയൊക്കെ റോഡ് പണി കാരണം മൊത്തം ബ്ലോക്കും തിരക്കും വണ്ടിയുടെ ബഹളവും എല്ലാം കാരണം വണ്ടികളൊന്നും ഇല്ലാത്തൊരു ഒഴിഞ്ഞ വഴി കൂടെയൊക്കെ പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടോ. റോഡ് സുഖമില്ല, റോഡ് മൊത്തം ബിളബിളാണ്. എന്താ പറയണ്ടേ, ഇങ്ങനെ കുണ്ടും കുഴിയും നിറഞ്ഞ് ആകെ നാശമായി കിടക്കാണ് കേട്ടോ അവിടുത്തെ റോഡ്. പക്ഷേ ആ ഏരിയ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കാടൊക്കെ പിടിച്ചിട്ട്
പച്ചപ്പ് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവില്ല, നല്ല പച്ചപ്പ് പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന നല്ല ഭംഗിയുണ്ട്. അവിടെ ഇവിടെയൊക്കെ വീട്. നമ്മൾ താമസിക്കുന്ന ഏരിയ ആണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്ത് ഇങ്ങനെ വീടാണ് കേട്ടോ. ഒരു ടൗൺ പോലെയാണ് നമ്മൾ താമസിക്കുന്ന ഏരിയയും. എൻ്റെ വീടിൻ്റെ ഏരിയ ആണെങ്കിലും മൊത്തം വീട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ 3:15 കറക്റ്റ് വീട്ടിലെത്തി. എനിക്കിപ്പോഴാണ് കേട്ടോ ശ്വാസം വീണത്. കാരണം നമ്മുടെ പൊന്നുകുട്ടീനെ 3:30 ആകുമ്പോൾ വരാൻ പറ്റുമോ എന്നുള്ള ടെൻഷനാണ്. അപ്പോൾ രാജേഷന് പൊന്നുകുട്ടീനെ വിളിക്കാനായിട്ട് പോയ സമയത്ത് ഞാനിവിടെ കപ്പ പുഴുങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ചോറ് വേണ്ട, ചോറ് എടുക്കണ്ട, എന്തായാലും മീൻകറി ഇരിപ്പുണ്ട്, കുറച്ച് കപ്പ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി ആവും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെ ചോറ് കഴിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഉച്ചയ്ക്ക് കേട്ടോ. അപ്പോൾ രാജേഷനും അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ മീൻകറി ഉണ്ടല്ലോ, കപ്പ എടുത്ത് ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പിട്ട് കപ്പ പുഴുങ്ങുക. അപ്പോൾ എനിക്ക് പൊന്നുകുട്ടിക്ക് ഈയിടെ കൊണ്ട് കപ്പ ഇഷ്ടമാണ് കേട്ടോ. കണ്ണൻ കഴിക്കത്തില്ല കേട്ടോ കപ്പയൊന്നും. കണ്ണൻ അത്രയ്ക്ക് കപ്പയൊന്നും കഴിക്കാറായിട്ടില്ല. എന്തോ അവൻ ഇഷ്ടമല്ല കഴിക്കാനായിട്ട്. കുഞ്ഞല്ലേ, അപ്പോൾ അതൊന്നും കഴിച്ച് തുടങ്ങാറായിട്ടില്ലല്ലോ. പക്ഷെ പൊന്നുകുട്ടിക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഒരു ഈവനിങ് ഫുഡ് പോലെ ആവുമല്ലോ കപ്പ. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ കപ്പയും മുളകൊക്കെ ഇടിച്ച് കഴിക്കുമായിരുന്നല്ലോ അല്ലേ. അപ്പം കപ്പയും മീൻകറി പൊളിയാണ് അല്ലേ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇഷ്ടമുള്ള ആളുകളോട് കപ്പയും മീൻകറിയുടെ ഒന്നും രുചിയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം പൊന്നുകുട്ടിയും ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ കണ്ണൻകുട്ടനെ വിളിക്കാൻ പോകാം. ഞങ്ങൾക്കൊരു ഇതാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ വന്ന് എന്തെങ്കിലും കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഒക്കെ ആരെങ്കിലും ഒരാൾ ഞങ്ങളുടെ 4 പേരുടെ ഇടയിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കണ്ണൻകുട്ടനെ വിളിക്കാൻ പോകണം, സമയം പോയി നമുക്ക് കണ്ണൻകുട്ടനെ അത് അവനവിടെ സേഫ് ആണെന്നാലും പക്ഷെ എന്നാലും നമുക്കൊരു മിസ്സിങ് ആണ്. കുറച്ച് നേരത്തെ മിസ്സിങ് ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതേ പൊന്നുകുട്ടി കളിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, കളിക്കുകയാണ്. അതിനുശേഷം വീട്ടിൽ പോയി കണ്ണൻകുട്ടനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ കുറച്ച് പായസമൊക്കെ തന്നു വിട്ടു, എള്ള് പായസവും വേറൊരു പായസമൊക്കെ തന്നു വിട്ടു കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ 4 പേർക്കും ഇത് ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ഇതൊക്കെ കഴിക്കുകയാണ്. ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്ന ഇച്ചിരി കുറവാണ് കേട്ടോ, കുറച്ച് ബിസിയാണ് സ്കൂൾ തുറന്ന്. അപ്പോൾ 2 പേരെ പഠിപ്പിക്കണം, വീട്ടു ജോലിയും എല്ലാം കൂടി ഇച്ചിരി ബിസി ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഇച്ചിരി ബാക്ക് ആകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ലൈക്കും കമൻറ്റും എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കുറച്ച് പേരൊക്കെ വീഡിയോസൊക്കെ കാണുന്ന കുറഞ്ഞു വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പതുക്കെ കയറി വരാമെന്നേ. പതുക്കെ ഓരോരോ നല്ല വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. ബൈ.